ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രിസ്ഥാനവും വേണം, നിലപാട് ഘടിപ്പിച്ച് മുസ്ലിം ലീഗ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഭരണം കിട്ടും മുമ്പേ ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രിസ്ഥാനവും വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്ത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലീഗിന് 5ാം മന്ത്രിസ്ഥാനം അനുവദിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമുദായിക സന്തുലിതാവസ്ഥ വീണ്ടും ചർച്ചയാകുന്നത് പാർട്ടിയിൽ നേരിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അർഹമായ പ്രാതിനിധ്യം നേടിയെടുക്കണമെന്ന നിലപാടിലാണ് നേതൃത്വം. മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാന നേതാക്കളുടെ പട്ടിക പാർട്ടി വൃത്തങ്ങളിൽ ഇതിനോടകം സജീവമാണ്. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, ആബിദ് ഹുസൈൻ തങ്ങൾ, M ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, AKM അഷ്റഫ് എന്നിവരെയാണ് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വാശിയേറിയ പ്രചാരണങ്ങൾക്കും ഒടുവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണിയോടെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. രാവിലെ 8 മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. ആദ്യ ഫലസൂചനകൾ 8:15 ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. വയനാട് ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ പദ്ധതിയിൽ നിർണായക ചുവടുവെപ്പ്. ടൗൺഷിപ്പിലെ 2 ക്ലസ്റ്ററുകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 17 വീടുകൾ കൂടി ഇന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറും. ഇതോടെ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ കൈമാറിയ വീടുകളുടെ എണ്ണം 43 ഉയരും. ഇന്ധനവിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവും പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുള്ള വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും മൂലം അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ വെട്ടിക്കുറയ്ക്കൽ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ. ജൂൺ ജൂലൈ മാസങ്ങളിലെ ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് എയർ ഇന്ത്യ CEO കാംബെയിൽ വിൽസൺ ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 117 അംഗ പഞ്ചാബ് നിയമസഭയിൽ 94 MLA-മാർ സർക്കാരിനെ അനുകൂലിച്ചു. ഏപ്രിൽ 24-ന് AAPക്ക് രാഷ്ട്രീയ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് വിശ്വാസ വോട്ടെടുപ്പ് നടന്നത്. കടുത്ത ചൂടിൽ വെന്തുരുകുന്ന കേരളത്തിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. അടുത്ത 5 ദിവസം വിവിധ ജില്ലകളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ചു. ഉദ്യോഗസ്ഥർ സർക്കാർ ജീവനക്കാരാണെന്നും അവരെ വിശ്വാസത്തിലെടുക്കണമെന്നും കോടതി പറഞ്ഞു. വാൽപ്പാറയിൽ വിനോദയാത്രക്കിടെയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ വീതമാണ് നൽകുക. CPI മുൻ സംസ്ഥാന കൗൺസിൽ അംഗം KE ഹനീഫ അന്തരിച്ചു. മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ KE ഇസ്മായിൽ സഹോദരനാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, BKMU സംസ്ഥാന സെക്രട്ടറി, ദേശീയ വൈസ് പ്രസിഡന്റ്, AITUC ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സമിതി അധ്യക്ഷൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മൈസൂരിലെ നഴ്സിംഗ് കോളേജുകളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് അങ്ങേയറ്റം വൃത്തിഹീനമായ ഭക്ഷണമെന്ന് പരാതി. പ്രതിവർഷം 80,000 രൂപയോളം മെസ് ഫീസായി ഈടാക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ നിന്ന് പാറ്റയും പ്ലാസ്റ്റിക്കും കോഴിത്തൂവലും അടക്കം കണ്ടെത്തുന്നത്. വിഷയം ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്നും സർട്ടിഫിക്കറ്റുകൾ നൽകില്ലെന്നും ഭീഷണിപ്പെടുത്തി മാനേജ്മെന്റുകൾ നിശബ്ദരാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.